ഹലോ എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ഫുഡും പിന്നെ ഒന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു, ഉമ്മക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുറത്ത് പോയ ചെറിയൊരു കാര്യവും ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. കിച്ചണിലേക്ക് വന്ന് നോക്കിയപ്പോഴുണ്ട് ഉമ്മ പരിപ്പ് കഴുകി കുക്കറിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുക. എന്താ കറിയെന്ന് വെച്ചപ്പോൾ ഉമ്മ പറഞ്ഞു പരിപ്പും ഉരുളക്കിഴങ്ങും കറിയാണ്, പിന്നെ ഇളമ്പക്കയും വെള്ളരിയും വറവും ഉണ്ട്, അയല പൊരിച്ചതും ഉണ്ട്, പപ്പടം ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്കത് നോക്കാം. പരിപ്പിലേക്ക് ഉമ്മ ഉള്ളി, തക്കാളി, പച്ചമുളക് എല്ലാം ഇട്ടു. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു. മഞ്ഞൾപ്പൊടി ഇട്ട് കുക്കർ തീമ വെക്കുകയാണ്. മറ്റേ അടുപ്പിൽ വെള്ളരിയും ഇളമ്പക്കയും വറവുണ്ടാക്കാൻ വേണ്ടി ഉമ്മ ആദ്യം വെള്ളരി വേവിച്ചെടുക്കുകയാണ്. വെള്ളരിയിലേക്ക് ഉള്ളി, തക്കാളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം ഇട്ടിട്ടാണ് വെള്ളരി വേവിച്ചെടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്. അതൊക്കെ നന്നായി ഇളക്കി അത് മൂടി വെക്കുക, അതവിടെ കിടന്ന് വേവട്ടെ. നേരത്തെ പരിപ്പ് കുക്കറിൽ വേവാൻ വെച്ചിനല്ലോ, അതിപ്പോൾ നോക്കുമ്പോഴത്തേക്ക് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഉരുളക്കിഴങ്ങ് ഇടാൻ പോവാണ്. അങ്ങനെ ഉരുളക്കിഴങ്ങ് ഇട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇതാ ഒന്ന് ഉരുളക്കിഴങ്ങ് വേവാൻ വേണ്ടി കുക്കർ മൂടി വെച്ചു. അപ്പോഴത്തേക്ക് ഇതാ നമ്മളെ വെള്ളരി നന്നായി വെന്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ നമ്മളെ കക്ക ഇറച്ചി, ഇളമ്പക്ക ഇറച്ചി ഇടുകയാണ്. ഇനി ആ ഇളമ്പക്ക ഇറച്ചിയും കൂടി അതിൽ കിടന്നൊന്ന് വേവണം. അങ്ങനെ വെള്ളരി ഇളമ്പക്ക വറവ് ഇവിടെ തയ്യാറായി. അതിന് മേലെ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് നന്നായി ഇളക്കി അത് ഇറക്കി വെക്കുക. ഉരുളക്കിഴങ്ങും പരിപ്പും വെന്ത് വന്നപ്പോൾ അതിലേക്ക് ഉമ്മ നേരത്തെ തേങ്ങ മഞ്ഞൾപ്പൊടി ഇട്ട് അരച്ച് വെച്ചിരുന്നു, അത് ഒഴിച്ചു കൊടുത്തു. ഇനി ആ അരപ്പും കൂടി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. ഒരു മീൻ പൊരിച്ചതെങ്കിലും ഇല്ലാതെ എങ്ങനെ ചോറ് കഴിക്കാൻ കഴിയുക? അങ്ങനെ കുറച്ച് അയില കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് ഇതാ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ മീൻ പൊരിച്ച റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ കറിയിലേക്ക് കറിവേപ്പിലയും കടുകും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. എന്നാൽ വേഗം ചോറ് കഴിക്കാൻ എഴുതി എനിക്കും വാവക്കും ഇതാ ഞാൻ ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ചോറ് കഴിച്ചിട്ട് ഒന്ന് ടൗണിൽ പോകാനുണ്ടായിനി. ഉമ്മക്ക് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഷോപ്പ് കയറിയത്. പക്ഷേ അവിടുത്തെ കളിപ്പാട്ടങ്ങൾ കണ്ടിട്ട് അതിനും അടുത്തൊന്നും പോകുന്നില്ല. ഏതാ എടുക്കേണ്ടതെന്ന് കരുതി ഓരോന്നിലും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒക്കെ കുറച്ച് ദിവസം മുമ്പ് ബാപ്പ വലിയ കളിക്കുന്ന കാറ് വാങ്ങിക്കൊടുത്തിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇതൊന്നും വാങ്ങിക്കൊടുത്തില്ല ഓക്ക്. പക്ഷെ കൂട്ടത്തിലൊരു ചെയർ ഉണ്ടായിരുന്നു, ആ ചെയർ എന്ത് ചെയ്തിട്ടും അവൾ കയ്യിൽ നിന്ന് താഴെ വെക്കുന്നില്ല. അവസാനം ഞാനത് വാങ്ങിക്കൊടുക്കേണ്ടി വന്നു. അങ്ങനെ ആ ചെയറും എടുത്ത് നമ്മൾ വീട്ടിലെത്തി. ആ ചെയറും അവൾക്കൊരു പ്ലേറ്റും ഒരു ഗ്ലാസ്സും വാങ്ങിയിരുന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടി. ആരും ഭക്ഷണം കഴിക്കാൻ, അവൾ ഭക്ഷണമൊന്നും കഴിക്കില്ല, എന്നാലും വാങ്ങി. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ. താങ്ക് യു.